പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയല്ല, തിങ്കളാഴ്ചയാണ് പ്രതികരണവുമായി ഞങ്ങൾ വരുന്നത്. ആദ്യം തന്നെ പറയാം, സീമ ചേച്ചിക്ക് ഉഷാറായി തുടങ്ങിയിട്ടാ. പനിയൊക്കെ വിട്ടുപോയി. നമ്മൾ ഇന്നലത്തെ വീഡിയോ ഇട്ടില്ലേ, ഇന്നലെ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച വീഡിയോ ഇട്ടത് അതിൻ്റെ തലേദിവസം ഷൂട്ട് ചെയ്തതായിരുന്നു. വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. വെള്ളിയാഴ്ചയാണ് ഞാൻ പറഞ്ഞ ചേച്ചിയുടെ പനി കുറയണില്ല, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞില്ലേ. എന്നിട്ട് നമ്മൾ ആ വീഡിയോ ഇട്ടത് ശനിയാഴ്ച രാവിലെ 9 മണിക്കല്ല ഇട്ടേ. അവിടെ നിന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നൊരു കൂട്ടപ്രാർത്ഥന ചേച്ചിക്ക് വേണ്ടി ചെന്നു എല്ലാവരുടെയും. ഭയങ്കര അത്ഭുതം. അവിടെ നിന്ന് അങ്ങോട്ട് ചേച്ചിയുടെ പനി കുറഞ്ഞു ശനിയാഴ്ച തൊട്ടിട്ടാ. നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേ, അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി അതുവരെ 102 ഡിഗ്രിയിൽ നിന്ന് താഴാണ്ട് നിൽക്കായിരുന്നു. തുണി നോക്കി തുടക്കലും എത്ര പനിയുടെ ഇഞ്ചക്ഷനും ഇതൊക്കെ മരുന്ന്, ആൻറ്റിബയോട്ടിക്കൊക്കെ ആദ്യം ഓരോ മരുന്ന് വെച്ചിട്ട് രാവിലെ വൈകിട്ട് കയറ്റി തുടങ്ങി. പിന്നെ 2 മരുന്നാക്കി. 2 മരുന്ന് ആൻറ്റിബയോട്ടിക്കിൽ 2 എണ്ണം കയറ്റാൻ തുടങ്ങി. പിന്നെ ഛർദിയും ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടാണെങ്കിൽ കുറച്ച് ദിവസമായി. ഒരു സാധനം കഞ്ഞിവെള്ളം പോലും ചേച്ചിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു തുടങ്ങുന്നത്. പക്ഷേ ഇന്നലെ തൊട്ട് ചേച്ചി ഇത്തിരീശ ഭക്ഷണം കഴിച്ചു തുടങ്ങി, അങ്ങനെ കുറഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മൾ പ്രാർത്ഥിച്ചത് ഏറ്റു. അപ്പോൾ എല്ലാവരോടും നന്ദിയിട്ടാ. ചേച്ചി വേഗം ഉഷാറായിട്ട് വരട്ടെ. അല്ലെങ്കിൽ ചേട്ടന് അത്ര കുഴപ്പമില്ല. പിന്നെ ചേച്ചിക്ക് വയ്യാത്തതിൻ്റെയാണ് അല്ലെങ്കിൽ ചേട്ടനുള്ള ബുദ്ധിമുട്ട്. അതല്ല ചേട്ടനെ കണ്ടറിയാം. അല്ലെങ്കിൽ ചേട്ടൻ്റെ പ്രശ്നം ശാരീരികമായ വിഷമതകളല്ല, മനസ്സിൻ്റെയാണ്. ചേച്ചിക്ക് വയ്യാത്തതിൻ്റെയാണ് അല്ലെങ്കിൽ ചേട്ടൻ്റെ ആ മുഖം കണ്ടറിയാം. അല്ലെങ്കിൽ ചേട്ടൻ്റെ വിഷമം മുഴുവൻ അതാ, ടെൻഷനും വിഷമം. സിന്ധു യെസ്. അയലത്തെ ജനലിൽ ഒരമ്പിളി വിടർന്നു, അലകടലായി എന്മനമുണർന്നു, പുളകം വിരിഞ്ഞു, സ്വപ്നമുണർന്നു, പൂനിലാവൊളി പടർന്നു. അതങ്ങനെ പാട്. അത് പാടാൻ പറ്റണ്ട, തൊണ്ടടഞ്ഞു. പാട്. ചേട്ടൻ പഠിക്കോ? നീ പാട്. ചേട്ടൻ പഠിക്കോ? പാടറി. അത് ഏതിലത്തേന്നറിയോ? ഞങ്ങൾ രണ്ടുപേരും കാറിൽ പോണ ഒരു ഇത് റീൽസ് പോലെ കഴിഞ്ഞ കൊല്ലം എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുമ്പോ ചേട്ടൻ പറഞ്ഞൊരു വെറുതെ ഒരു വീഡിയോ എടുത്തേന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വെയിലിന്റെ അടിയുള്ളത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇരിക്കണേ. എന്നിട്ട് ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ എടുക്കില്ലേ, വെറുതെ നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ വെറുതെ നമ്മൾക്ക് പേഴ്സണലായിട്ടുള്ള ഒരു സന്തോഷം വെറുതെ കാണാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു പണ്ടത്തെ ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നതാ. ഞാൻ അറിഞ്ഞും കൂടിയില്ല ചേട്ടൻ. അപ്പൊ ഞാൻ അത് മാച്ച് കളയാൻ പോവായിരുന്നു. ആ സമയത്താണ് ഇത് കണ്ടത്. അപ്പൊ വിചാരിച്ചു ഇത് ഇനി നഷ്ടപ്പെട്ടു പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് മാച്ച് കളയാൻ പോലെ. അപ്പൊ ഞാനത് അപ്പൊ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് നമ്മുടെ ഇതിലിട്ടത്, റീൽസ് പോലെ ഇട്ടത്. പ്രൈവറ്റ് ആക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ, അത് രസം. ഇടയ്ക്ക് പ്രൈവറ്റ് ആക്കിയിട്ട് വീഡിയോകളൊക്കെ ആര് കാണുന്നു? മനസ്സിലായില്ല. ഇപ്പോൾ ഇത് ഓരോന്നിൻ്റെ കാര്യത്തിൻ്റെ പിന്നിലും ഓരോ കാര്യങ്ങളുണ്ട്. സരിത, നീ പാട്ടൊന്ന് പാടി. അയലത്തെ ജനലിലൊരമ്പിളി വിടർന്നു, അലകടലായി മനമുണർന്നു, പുളകം വിരിഞ്ഞു, സ്വപ്നം വിടർന്നു, പൂനിലാവൊളി പടർന്നു, പൂനിലാവൊളി പടർന്നു. അങ്ങനെയൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. പരന്നു എന്നാണോ പടർന്നു എന്നാണോ? എന്തായാലും കുഴപ്പമില്ല. എന്തായാലും സിന്ധുവിൻ്റെ കമൻറ്റ്. അതായത് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആണുങ്ങളെ പോലെ തോന്നും. അമ്പിളി എന്ന് പറയുമ്പോഴാണ് അത് പെണ്ണിനോട് ഉപമിക്കണ പോലെ ആവുന്നു. അതായത് ഇപ്പോൾ ഫസ്റ്റ് മറ്റേ പല്ലവിയിൽ പാടുമ്പോൾ അയലത്തെ ജനലിൽ ഒരു അമ്പിളി വിടർന്നു, അപ്പോൾ ഓക്കെ കാമുകി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നത്തേലൊക്കെ പാടുമ്പോൾ ചന്ദ്രൻ എന്നാ വരണേ. അപ്പൊ എന്തോ പോലെ തോന്നില്ല. ചന്ദ്രൻ പാരിതിലെല്ലാവർക്കും സ്വന്തം, ഈ ഭൂമിയിലെല്ലാവർക്കും സ്വന്തം. അതായത് ആകാശത്തെ ചന്ദ്രൻ എല്ലാവർക്കും സ്വന്തമാണ്. പക്ഷെ ചന്ദ്രൻ എനിക്കു മാത്രം സ്വന്തം അല്ല. അപ്പൊ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ പോലെ വരാ, ഒരു കാമുകി എന്നുള്ളൊരു ഇത് വരുന്നില്ല അല്ലേ? പക്ഷെ ബെസ്റ്റ് പാട്ടാ. ടെസ്ല മൈ ഹീറോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കഷ്ണം ബബ്ലൂസ് നാരങ്ങയും നെല്ലിക്കയും ബ്ലേഡ് കൊണ്ട് 10 മുറിച്ച് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ അറിയാതെ ഡെസ്കിൻ്റെ അടിയിലൂടെ കൈമാറി കഴിച്ചത് ഓർക്കാൻ എന്ത് രസം.
ബംബ്ലൂസ് നാരങ്ങനെ കാണിച്ചപ്പോൾ പലർക്കും പല പല ഓർമ്മകൾ വന്നിട്ടുണ്ടാവും. നമുക്ക് ചെറുപ്പകാലത്ത് ബംബ്ലൂസ് നാരങ്ങ കഴിച്ചില്ല, ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ടൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഓർമ്മയുണ്ട്? ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളതാ, മാമൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. സ്കൂളിലേക്ക് കൊണ്ടുവരും ചിലർ, ഇതേപോലെ തന്നെ ടെസ്ല മൈ ഹീറോ പറഞ്ഞ പോലെ കൊണ്ടുവരും. എനിക്ക് ബംബ്ലൂസ് നാരങ്ങ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ബംബ്ലൂസ് നാരങ്ങ എന്ന് പറയും. എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സ്കൂള് വലിയൊരു സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ അവിടെ ഈ അനാഥശാല എന്നുള്ള കുറേ കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അനാഥശാല അവണിശ്ശേരി ഒരു അനാഥശാലയുണ്ട്. അവിടെ നിന്ന് അതായത് അച്ഛനില്ലാത്തവർ, അമ്മയില്ലാത്തവർ, ഇങ്ങനെ അവരെയൊക്കെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അവർ പഠിക്കുന്നത് നമ്മുടെ സ്കൂളിലാണ്, സർക്കാർ സ്കൂളല്ലേ. അപ്പോൾ അതിൽ എൻ്റെ കൂട്ടുകാരൻ്റെ റാഫേൽ എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടുകാരൻ, ഇപ്പോൾ എവിടേക്കാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവൻ്റെ അമ്മ ഒരു വീട്ടിൽ പണിക്ക് നിൽക്കുകയാണ്. ആൾ ഈ അവിടെ നിന്ന് ചാമ്പയ്ക്ക് കൊണ്ടുവരും. ഇവനെ കാണാൻ വരുന്നത് കുറേ ചാമ്പയ്ക്ക ഒരു തുണിയിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് കൊണ്ടുവരും. ആ വീട്ടിൽ നിന്നുള്ള ചാമ്പയ്ക്ക എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ക്ലാസ്സിലത്തെ എല്ലാ കുട്ടികളും കൊടുക്കുന്നിട്ട് പോകുമ്പോൾ ആള് കരഞ്ഞിട്ടാണ് പോവാറ് എല്ലാ ദിവസവും. കുട്ടീനെ അതായത് ഈ കുട്ടി അനാഥാലയത്തിലല്ലേ. അപ്പോൾ അവനെ കാണാൻ വരുന്നത് അങ്ങനത്തെ ഒരു ഓർമ്മ. അപ്പം കുട്ടികൾ പലതും പല പല സാധനങ്ങൾ കൊണ്ടുവരുട്ടാ. എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. റാഫേലിൻ്റെ കാര്യം ആലോചിച്ചിട്ട്, റാഫേലൊക്കെ ഇപ്പോൾ എവിടെയാവോ അറിയില്ല. അടുത്തത് ഷീല സുനിൽ. ചേട്ടൻ കണ്ണ് വെച്ച് എല്ലാം കളഞ്ഞു. ഒരു തൈ മുളച്ച് വരുമ്പോൾ തന്നെ തുടങ്ങും എന്തൊട്ട് വരണേന്ന്. സ്നേഹ വീട്ടിൽ ഇന്നസെന്റ് സ്വന്തം വീട്ടിലെ സാധനങ്ങൾ പറയില്ല എന്നുകൊണ്ട് വല്ലവരെ പറയുള്ളൂ. ഇത് അവനവൻ്റെ സാധനം തന്നെ പറഞ്ഞ് കരിച്ച് ഉണക്കി കളയും. ഇതിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടല്ല കേട്ടാ, അത് പണ്ടേ തൊട്ടന്നെ ഞാൻ പറയാറുണ്ട് ചേട്ടനോട്. ഒരു സാധനം കാണുമ്പോഴേക്കും ചേട്ടൻ കുഞ്ഞു കുട്ടികളുടെ പോലെ ഇങ്ങനെ മനസ്സിങ്ങനെ ഇങ്ങോട്ട് വെമ്പി ഇങ്ങനെ അതിനെ അടക്കി വെക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലത്തെ ആയാലും ഒരു സാധനം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ കുറേ പറയാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടല്ല, സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ പപ്പകായ കണ്ടമാനുണ്ടായില്ലേ? അത് കഴിഞ്ഞില്ലേ ഇപ്പൊ ഉണ്ടാവില്ലേ? മുളച്ചിങ്ങോട്ട് പൊന്തും കൂടിയില്ലേ ഒരു കയ്പക്കായ? ശരിയാവും. അടുത്തത് സന്ധ്യ ബിജു. കൃഷി കണ്ണ് വെക്കാൻ പുറത്തു നിന്ന് ആരും വേണ്ട, ചേട്ടൻ മതിയല്ലോ. കണ്ണേറ് പോകാൻ കോലം വെക്കുമ്പോൾ ചേട്ടൻ ആദ്യം അതിൽ നോക്കിയിട്ടേ കൃഷി സ്ഥലത്ത് കയറാവുള്ളൂ. സത്യത്തിൽ ചേട്ടനെ കാണുമ്പോഴേ ചിരി വരും. ഈ മനുഷ്യൻ ഇന്ന് എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നത് എന്ന് ഓർത്ത്. സരിത ഒറ്റയ്ക്ക് ഒരു ജോലിയും ചെയ്യാൻ പാവം സമ്മതിക്കില്ല. ഭാര്യമാർക്കൊക്കെ ഇത് കാണുമ്പോൾ അസൂയ തോന്നും. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ജോലി ചെയ്യുമ്പോൾ ഭർത്താവ് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ജോലിയിൽ സഹായിക്കുന്നത്. ഈ ടോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാനും തുണിയെടുത്ത് ഇതുപോലെ തയ്പ്പിച്ചു. മുട്ടബജ്ജി കണ്ടിട്ട് കൊതി വന്നു, പക്ഷെ പൊട്ടിത്തെറുള്ളത് കൊണ്ടൊരു പേടി. മിഥുൻ വന്നപ്പോൾ വറ്റ മീൻകറി അല്ലേ അവിടെ ലാസ്റ്റ് പാചകം ചെയ്തത്? അതന്നെ, അന്നത്തെ ഞാട്ടേക്കണ ഡ്രസ്സ്. അത് ഞാൻ റെഡിമെയ്ഡ് എടുത്തതാണ്. ഇവിടെ മേച്ചേരി എന്ന് പറഞ്ഞിട്ട് ഒല്ലൂരൊരു കടയുണ്ട്, അവിടെ നിന്ന് എടുത്തതാണ്. ശരിക്ക് തയ്പ്പിച്ച പോലെ തോന്നിക്കും കാണുമ്പോൾ, പക്ഷെ അത് റെഡിമെയ്ഡ് എടുത്തതാ. കോലം ഉണ്ടാക്കുന്നുണ്ട്. കോലം ഞാൻ പറഞ്ഞു ചേട്ടനോട് ഇങ്ങോട്ട് ഇവിടെ കടക്കണോടെ തന്നെ വെച്ചോ, കാരണം ചേട്ടൻ തന്നെയാണ് അത് കാണേണ്ടത്. ആള് ചേട്ടൻ അത് വിളിക്ക് നോക്കിയിട്ട് ഇനി തൊട്ട് പണിസ്ഥലത്തേക്ക് അല്ല കൃഷി സ്ഥലത്തേക്ക് കടന്നാൽ മതി. എന്താ ഉണ്ടാക്കണേ? അത് നാളെ ഉണ്ടാക്കാം, നാളെ മറ്റന്നാളായിട്ട് ഉണ്ടാക്കാം. അടുത്തത് സരോജ് പട്ടാമ്പി. മുട്ട ബജ്ജി, അജുവിൻ്റെ കൃഷി, പിന്നെ വെപ്രാളം, മൊത്തം അടിപൊളി. അജു എനിക്കൊരു പുഴുങ്ങിയ മുട്ട കഴിക്കണം. അപ്പം സരിത എനിക്കറിയാമല്ലോ അതിനാവശ്യമുണ്ടാകുമെന്ന്. അയ്യോ ചേട്ടാ ഫുൾ എടുത്തിട്ടില്ല. അത് റീഡും ഓർന്ന് പറഞ്ഞിട്ടേ കുറച്ചും കൂടി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. ക്ഷമിക്കണം. സരോജ് പട്ടാമ്പി അല്ലേ? അതൊരു ചേച്ചിയാ. ചേച്ചിയാണോ? അതെ, ക്ഷമിക്കണം, എനിക്കറിയാം ഒരു ചേച്ചി അത്. അടുത്തത് വിനീത് കുമാർ എം. മധുരക്കിഴങ്ങ് കുറച്ചുകൂടി ആ ചാക്കിൽ കുത്തിയിരുന്നെങ്കിൽ പറക്കും തളികയിലെ ബസ് പോലെ ആയേനെ. കാടിളക്കി വരികയാണോ? നല്ല രസമല്ലേ പറക്കുന്നത്? നമുക്ക് ആ സങ്കല്പം ശരിക്കും ഓർമ്മ വരാം, ബസ് വരണ വരവ്. അതന്നെ പറഞ്ഞ പോലെ കുറച്ചുകൂടി കുത്തണ്ടായിരുന്നു. ചേട്ടൻ ചാക്ക് മാറ്റി വെച്ചു അവിടെ നിന്ന്. എനിക്ക് പറ്റിയില്ല, നീ കൂടി ഹെൽപ്പ് ചെയ്യണം. എടുത്ത് മാറ്റി വെക്കണ്ടേ? ഭയങ്കര കണ്ണല്ലേ? അത് വളരുമ്പോഴത്തേക്ക് മാറ്റി വെക്കണം. പിന്നെ ആളുകള് പറഞ്ഞു അത് കെടുത്തിയിട്ട് ചാക്കേ മണ്ണ് നിറച്ചിട്ട് കെടുത്തി വെച്ചിട്ട് കെട്ടി ഈ തല കെട്ട, എന്നിട്ട് നടുവിലൊരു കീറൽ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ അത് പൊളിച്ചിട്ട് ഇങ്ങോട്ട് ഓരോന്ന് ഇടാന്ന്.
മനസ്സിലായ? അത് നിലത്ത് നട്ടാ പോരെ. ഇതിപ്പോൾ ഞാൻ ഈ ചാക്കാന്ന് വിചാരിക്കുക. അല്ല, ഇപ്പം ഞാൻ ചാക്ക് ഇപ്പം എൻ്റെ ഇവിടെ ഒരു ഓട്ട കുത്തി, ഒരു ഇത് നട്ടു, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെ കുത്തി എന്ന് പറയുന്നതല്ല കുത്തി. മനസ്സിലായ? അതിന് പകരം ഞാൻ കിടന്നിട്ട് ഈ സൈഡിൽ കെട്ട് കെട്ടി, അല്ല മണ്ണ് നിറച്ചിട്ട് ഈ സൈഡിൽ കെട്ട് കെട്ടിയിട്ട് എൻ്റെ ഈ മോൾ വശം ഇങ്ങനെ കീറി, മനസ്സിലായി? നീ കുത്തി 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 ഇങ്ങോട്ട് കൊടുക്കുക. അപ്പം ശരിക്കും ഇങ്ങനെ വളരുന്നു. മനസ്സിലായ? ആ, ഐഡിയ മനസ്സിലായ? ചേട്ടൻ വല്ല പ്രൈമറി സ്കൂളിലത്തേക്ക് മാഷാവേണ്ടതായിരുന്നു. പിള്ളേർക്ക് ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കണതേ. പിള്ളേർക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് പഠിച്ചിട്ട് പിള്ളേർ പോകണം. അയ്യോ വയ്യ. കിച്ചൺ ആൻഡ് ഡ്രൈവ്. ബജ്ജി ഇനി ഉണ്ടാക്കുമ്പോൾ ചേട്ടനും ചേച്ചിയും ഹെൽമെറ്റ് ഇട്ട് നിൽക്കുകയാണ് നല്ലത്. ഒരെണ്ണം നിതിനും കൊടുത്തോളൂ. എന്തൊരു ടേസ്റ്റാന്നറിയോ? അതാണ് ആ രാജലക്ഷ്മി ചേച്ചി പ്രത്യേകം പറഞ്ഞു, ആ മുട്ടയുടെ വെള്ളയം ഇങ്ങനെ കത്തി വെച്ചിട്ടെങ്കിലും ഓട്ടകൾ ഉണ്ടാക്കിയാൽ മതിയെന്ന്. മുട്ടയുടെ വെള്ളയാണെന്ന് പൊട്ടണതേ. ചിലർ പറയണു പെരിഞ്ചീരകാണ്, അതാണ് ഇതാണ്. അതൊന്നുമല്ല. പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് നമ്മൾ എത്ര വടകൾ വേറെ ഉണ്ടാക്കണത്, അതൊന്നും പൊട്ടിത്തെറിക്കാറില്ല. ഇത് മുട്ടയുടെ വെള്ളയാണ് ഈ സാധനം പൊട്ടിത്തെറിക്കണേ. ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ വീട്ടിൽ. അത് അങ്ങനെ ചെയ്തിട്ട് പൊട്ടിത്തെറിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതെ കടകളിൽ വിൽപ്പന നടത്താലോ നമുക്ക്. അടുത്തത് ജിക്സോ. നിങ്ങൾ എന്താ എൻ്റെ കമൻറ്റ് വായിക്കാത്തേ? എൻ്റെ പേര് കണ്ടിട്ടാണോ? ഇതെൻ്റെ മോനിടുന്ന പേരാണ്. ജിക്സോ എന്ന് കണ്ടിട്ടാണെന്നാണ് വിചാരിക്കണേ. ഞാൻ 45 വയസ്സുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. നിങ്ങളില്ലാതെ എനിക്കൊരു ദിവസം പറ്റില്ലെന്നായിരിക്കുന്നു. ചേച്ചിയുടെ പേര് പറഞ്ഞിട്ടില്ലേ? സരിതിക്ക് ചേച്ചി, എനിക്ക് അനീതിയാണ് കേട്ടോ. അതെ. അപ്പോൾ ഇതാ വായിച്ചിരിക്കുന്നു. അടുത്ത് മനു ഗെയിമിംഗ്. അജുവേട്ടാ സരുമണി പൊട്ടിത്തെറി. അജുവേട്ടൻ പറ്റിയ ജോലി തന്നെ, പൊട്ടിത്തെറി ബജ്ജി. ആരോമൽ ചേകവരെ, എൻ്റെ അജുവേട്ട ആ അടപ്പ് പിടിച്ച് നിന്ന നിൽപ്പ് കണ്ട് കുറേ ചിരിച്ചു. എന്തെല്ലാം കോപ്രായങ്ങളാണ് അജുവേട്ടൻ്റെ അടുത്ത്. ജീവനില്ല, മേത്ത് പൊള്ളുന്നുള്ള പേടി. ജീവൻ ഇപ്പോൾ അത് പൊട്ടിത്തെറിച്ചിട്ട് മരിക്കുന്നില്ല. പക്ഷെ അതിനേക്കാളും പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായിട്ടുള്ള സാധനം ഉണ്ട്. ചേട്ടാ ചുക്കുണ്ടി ഉണ്ടാക്കിയിട്ട് അയ്യോ അതൊക്കെ പൊള്ളി. ഇവിടെ മുഴുവൻ പുള്ളി കുത്തായിരുന്നു. ഇവിടെ ഒക്കെ പൊളച്ചു ഇങ്ങനെ കുത്ത് 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 കുത്ത്. എനിക്കിപ്പോ ചുക്കുണ്ട തന്നെ തോന്നാ ഉണ്ടാക്കിയിട്ട്. പറഞ്ഞത് അബദ്ധായി ദൈവമേ. റിലാക്സ്. അടുത്ത് ലക്ഷ്മി ടി വി. അജുവേട്ടൻ, ഞാൻ അവിടെ ചാണകപ്പൊടി മിക്സ് ചെയ്യുന്നു, നീ ഇവിടെ ഇത് മിക്സ് ചെയ്യുന്നു. ചിരിച്ച് ചത്തു. അടുത്ത് രണ്ടിലും മിക്സ് ചെയ്യുന്നുണ്ടല്ലോ. അതേ സെയിം പ്രവൃത്തി തന്നെ. അടുത്ത് പുഷ്പ രാമചന്ദ്രൻ. അജുവിൻ്റെയും സരിതയുടെയും വീഡിയോ കണ്ടാൽ ചിരിച്ച് എല്ലാ ടെൻഷനും പോയി കിട്ടും. ഭക്ഷണങ്ങളെല്ലാം സൂപ്പറാണ്, വളരെ വൃത്തിയായി ഉണ്ടാക്കുന്നതാണ് ശ്രദ്ധേയമാകുന്നത്. അജു ആണെങ്കിൽ എല്ലാം നോർമലായിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതിന് വേണ്ടി എന്ന് തോന്നുകയില്ല. നിങ്ങൾ ഉയരങ്ങളിലെത്തട്ടെ, ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. സന്തോഷം. അടുത്തത് ശ്രീജ ഗിരീഷ്. അജുവേട്ടൻ്റെ കണ്ണ് തന്നെ സരിത CID പോലെ ഓരോന്ന് ചോദിച്ചു അജുവേട്ടൻ്റെ ഉടായിപ്പൊക്കെ പൊളിക്കും. നല്ലൊരു വീഡിയോ ആയിരുന്നു. തന്നെ എൻ്റെ കണ്ണ് തന്നെ, അല്ലാണ്ട് പ്രേക്ഷകരെ കണ്ണൊന്നുമല്ല കേട്ടാ, നമ്മൾ തന്നെ കണ്ണിടുന്നതാണ്. അടുത്തത് രമ്യ നാരായണൻ. കണ്ണ് വയ്ക്കുന്ന ആളെ പിടികിട്ടി അജുവേട്ടാ, ഈ ചാക്ക് എന്നിട്ട് നിറയോ മധുരക്കിഴങ്ങുകൊണ്ട് എന്ന് പറഞ്ഞ സരിതേച്ചി തന്നെയാണ് ആൾ പിടിച്ചോ. അടുത്തത് പ്രസീത ഹരി. ആ മണ്ണിന് ചുണ്ണാമ്പിട്ട് ട്രീറ്റ് ചെയ്യൂ, അന്ധവിശ്വാസം പറയല്ല അജുവേട്ടാ. ആ കുമ്മായം കണ്ടമാനായിട്ടുണ്ട്. ചുണ്ണാമ്പ് എന്ന് പറഞ്ഞാൽ കുമ്മായം ഞാൻ എന്താ ചാക്കിൽ കൊണ്ടിട്ട് ബേദറിയുടെ ഒക്കെ ഇതിലിട്ട് കൊണ്ടിപ്പോ അധികമായിട്ടാവില്ല. കുമ്മായം ആവശ്യത്തിനാണ് ഇത് ആകിരണം ചെയ്യുള്ളൂ. ഒറ്റ സാധനം അധികൃത ആവശ്യത്തിന് ആകിരണം ചെയ്യുള്ളൂ എന്ന് ആരാ പറഞ്ഞേ? മണ്ണിന്റെ അമ്ലത്വം കളയാനാണ് ഈ ചുണ്ണാമ്പ് പൊടി ഇടുന്നത്. ചുണ്ണാമ്പ് പൊടി അതായത് ന്യൂട്രൽ ആവണം, പുളി. അതെ, അത് ഞാൻ പറഞ്ഞേ. ആസിഡിന്റെ ഇതും ഉണ്ടാവരുത്, ആൽക്കലിയുടെ ഇതും ഉണ്ടാവരുത്, ന്യൂട്രൽ ആവണം. ചേട്ടൻ ഇത് മറ്റേ കുമ്മായപ്പൊടി കൂടുതലിട്ട് എന്തുണ്ടാവും? ഈ ഗുണം കൂടും, ക്ഷാരഗുണം കൂടും. മനസ്സിലായി? അതും പൊട്ടയാണ്. അതെനിക്കറിയാം. എന്നിട്ടാണ് ഈ കുറേ ഇടുന്നത്. ആവശ്യത്തിന് ഒരു പിടി ഇതപ്പോ ഇങ്ങനെ തൂളിച്ചിട്ടുള്ളോ. അതെ, നമ്മള് കോളനിലങ്ങളില് മറ്റേ പുളി കൂടുതലുമ്പോ കുമ്മായം കൊണ്ടുവന്ന് ഇടും ഞങ്ങള്.
ഇട്ടോ നെൽകൃഷിക്ക്. ഇട്ടില്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇവിടെ ഇടുന്ന കാര്യം. സാധനം ഒരു ലോഡ് കൊണ്ടും തട്ടും. ലോഡൊന്നും ഇല്ലേ ഒന്നും ചെയ്യില്ല. വേണമെങ്കിൽ വളർന്നു എന്ന് പറയും, അതല്ലെങ്കിൽ ഒരു ലോഡ് കൊണ്ട്. അതൊക്കെ മാറി. അടുത്ത സ്റ്റെപ്പ് നടുമ്പോൾ ചിലപ്പോൾ നന്നാവുമായിരിക്കും. ഇപ്പോഴത്തേനൊക്കെ ഈ കണ്ടമാനം കൂടുതൽ വളവും ഇതൊക്കെ ഇട്ട് ഇതാക്കി വെച്ചു. ചാണകം ഒക്കെ കുറേ ജൈവം എന്ന് പറഞ്ഞാലും അതിന് ആഗിരണം ചെയ്യാൻ പറഞ്ഞാലും കൂടുതലാവുമ്പളേ കോഴിക്കാട്ടൊക്കെ ജാതി ചൂടല്ലേ. അടുത്തത് വിനോദിനി KP. അജു ആരുടെയും കണ്ണു പറ്റിയതല്ല, അജുവിൻ്റെ തന്നെ ഗടാഗടിയൻ എന്ന് എത്ര പ്രാവശ്യം പറയും. നാടോടിക്കാറ്റിലെ ശങ്കരാടി ചേരുന്ന പോലെ മുട്ട ബജ്ജി ഉണ്ടാക്കുമ്പോൾ റെയിൻകോട്ടും ഹെൽമെറ്റും ഇട്ടാൽ നല്ലതായിരിക്കും. ഈ വീഡിയോത്തെ ഒരുവിധം കമന്റുകളൊക്കെ നമ്മുടെ കണ്ണു പറ്റിയതാണെന്ന്. അതന്നെ, വേറെ ആരുമില്ല, അജുവേട്ടൻ്റെ തന്നെയാ. പിന്നെ ഈ ഗടാഗടിയം പിന്നെ എല്ലാത്തിനും, കോഴീനെ കാണുമ്പോഴും പറയും, എല്ലാത്തിനും പറയും. ദീപക് ദീപു. അതേ, കൃഷ്ണയുടെ കല്യാണ വീഡിയോയ്ക്ക് ഇട്ട പഴക്കം ചെന്ന മിഥുനങ്ങൾ എന്ന കമന്റ് ഇന്നലത്തെ ഷോർട്സിന് ശേഷം തിരികെ എടുത്തു. പകരം പഴകുന്തോറും വീര്യം കൂടുന്ന മിഥുനങ്ങൾ എന്നാക്കി. താങ്ക് യു. സന്തോഷമായില്ലേ കേട്ടത്? ഏത് അതിനാണോ അയലത്തെ ജനലിൽ? അതിന് ആ ഷോർട്സിന്? ശരി. ലൈഫ് ടുഡേ. പൊട്ടിത്തെറിക്കാതിരിക്കാൻ ആദ്യം മുട്ട ഫെവിക്കോളിൽ മുക്കിയിട്ട് പിന്നെ മൈദയുടെ ബാറ്ററിൽ മുക്കിയ പൊരിച്ചാൽ മതി. മുട്ടയുടെ വെള്ളയാണ് പൊട്ടിത്തെറിക്കുന്നത് എന്നാണല്ലേ സരിത പറയുന്നത്. അതെ, അതന്നെയാ. അടുത്ത് റിയാസ്. അജുവിൻ്റെ ചെടികളോട് ഒരുമാതിരി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുന്ന പോലെയുള്ള സ്ഥലം മാറ്റുന്നത് കണ്ടപ്പോഴേ തോന്നി ഇത് അവസാനം ടമാർ പടാർ ആകുമെന്ന്. മിഥുൻ ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നിതിൻ വീഡിയോ എടുക്കാൻ പോയ ദിവസമൊക്കെ മുട്ട ബജ്ജി, കോഴി പൊരിച്ചത്, ബിരിയാണിയൊക്കെ. ഞാൻ പോണ ദിവസം ദാരിദ്ര്യം പിടിച്ച കഞ്ഞിയും ചമ്മന്തിയും അല്ലെങ്കിൽ കഞ്ഞി ഉപ്പേരിയും. ഇത്രയും ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടോ ദൈവമേ? അവൻ വിചാരിക്കുന്നല്ല, അവൻ പറയുകയും ചെയ്തു. നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴൊക്കെ ജാതി നല്ല സാധനങ്ങളാണല്ലോ. എന്നിട്ട് അവൻ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ വരില്ലേ, അപ്പോൾ അവൻ്റെ അയലക്കത്തുള്ളവർ പറയുന്നു, അങ്ങടാണോ പോണേ, അപ്പം ഒന്ന് അടിപൊളി ഫുഡാവില്ലേ, എന്നിട്ട് ഇങ്ങോട്ട് വരെ പോണേ കഞ്ഞിയും ചമ്മന്തി. അതിന് വേറെ കാര്യമുണ്ട്. അവൻ വരുന്നത് അതിരാവിലെ 6:30 എത്തുന്നത്, പഠിക്കും കാലത്ത് 6:30 എത്തും. അങ്ങനെയുള്ള ദിവസം മാത്രമാണ് അവനെ വിളിക്കുക ഷൂട്ടിങ്ങിന്. ആ സമയത്ത് നിതിൻ വരില്ലേ, എന്തിനായാലും എത്തില്ല. അവൻ വരുന്നത് 11 മണിക്ക് എത്തോളൂ. ഇവൻ കാലത്ത് പിന്നെ 8:45 തിരിച്ചു പോകണം. അപ്പൊ 6:30 എത്താൻ പറഞ്ഞാൽ 6:30 എത്തുകയും ചെയ്യും. ആ സമയത്ത് എന്തായാലും നമ്മള് ബിരിയാണി അല്ലെങ്കിൽ മറ്റേ പിന്നെ മാത്രമല്ല, ജഗ്ഗുന് സ്കൂളിലേക്ക് പോകണ കാരണം എനിക്ക് ഈ അടുക്കളയിൽ പണി ഉണ്ടാവുമ്പോ എനിക്കും ആ വീഡിയോയില് പങ്കെടുക്കാൻ പറ്റില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും തല കാണിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് മിഥുൻ വരണ ദിവസം ഞാൻ വീഡിയോയിൽ വരില്ല, നിതിനുള്ള ദിവസമാണ് ഞാൻ വീഡിയോയിലുള്ളൂ എന്ന് വിചാരിക്കരുത്. മിഥുൻ വരണത് ഇങ്ങനത്തെ സമയങ്ങളിലാണ്. പിള്ളേർ സ്കൂളിൽ പോണവർക്ക് അറിയാലോ, നമുക്ക് അടുക്കളയിൽ പണി ഉണ്ടാവും കാലത്ത്, ഒരു പൂമ്പഴത്തേക്ക് എല്ലാതും ആക്കണ്ടേ. അങ്ങനെ പക്ഷെ ആ വീഡിയോകള് രസകരമായിരിക്കും. കാരണം മിഥുൻ നന്നായി സംസാരിക്കണ കാരണം ഇവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുക വീഡിയോയിൽ എപ്പോഴും. അവന് പിന്നെ കുറെ സംശയങ്ങൾ ഉണ്ടാവും, അത് ചോദിക്കും. എല്ലാ ലോകകാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും അതന്നെ. അപ്പോ അതുകൊണ്ട് വീഡിയോ കുഴപ്പമുണ്ടാവില്ല, ചേട്ടൻ മാത്രമായാലും. ഞാൻ ഉണ്ടാവില്ല എന്നുള്ളൂ. അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് അതില് കഞ്ഞി വരണത്. പക്ഷെ അവനൊരു ദിവസം പകല് വേറെ ഉച്ചക്ക് വന്ന സമയത്ത് മീൻ കൂട്ടാൻ വെച്ചു. അതാണ് നിതിൻ വേറെ സ്ഥലത്തേക്ക് പോയേക്കായിരുന്നു. അപ്പൊ റിയാസിന് അതിനുള്ള മറുപടി കിട്ടിയില്ലേ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗത്തിലത്തെ ഫ്രൂട്ട് കിട്ടിയല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിനെ കുറിച്ചിട്ടുള്ള കമന്റുകളാണ്. അത് കുറേ കമന്റുകൾ നമുക്കെതിരെ ഉണ്ട് കേട്ടോ. അടുത്തത് അപ്പൊ തുടങ്ങാം. ഷഫീഖ് ഹുസൈൻ. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഫ്ലോപ്പ് ആവോ എന്നുള്ള ഭയം അജുവേട്ടനും സരിതേച്ചിക്കും ഉണ്ടായിരുന്നു. കാരണം ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതല്ലോ, അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നത്. ഈ സാധനത്തിൻ്റെ ചാറ് ഒഴിച്ചിട്ടുള്ള ഇത് ഈ സാധനമാണെങ്കിൽ കഴിക്കുന്ന സാധനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ബിരിയാണി കഴിക്കുമോ എന്നുള്ളൊരു പേടി നമുക്ക് നോക്കിയല്ലോ, ടേസ്റ്റ് നോക്കിയപ്പോ മറ്റേ ഉള്ളിലത്തെ ചുവപ്പ് കളറിലുള്ള സാധനം നോക്കിയപ്പോ അതിനൊരു കയ്പുണ്ട്. മറ്റേ ഇല്ലേ മഞ്ഞ കളറിലുള്ള അതിന്റെ പൾപ്പ് പപ്പക്കായ ചേട്ടൻ പറഞ്ഞില്ലേ, പപ്പക്കായ ചീഞ്ഞ അതിന്റെ ടേസ്റ്റ് ഒക്കെ. ഷാഹിദ് KV. നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും. നല്ല ഒരു ബിരിയാണി കുളമാകാൻ പോകുന്ന മാനസിക പിരിമുറുക്കം ഒക്കെ മുഖത്ത് കാണാം. സ്വർഗത്തിലെ ജ്യൂസ്, സ്വർഗത്തിലെ പഴം, നായ്ക്കൾ പോലും അത് കഴിക്കില്ല എന്ന് അജു ചേട്ടൻ ചിരിച്ച് വയ്യാതായി. അല്ല, അത് നമ്മൾ ആ സമയത്ത് തോന്നുന്ന അഭിപ്രായങ്ങളാണ് പറഞ്ഞേട്ടാ.
അല്ല ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായ്ക്കൾ കഴിക്കില്ലെന്ന് പറഞ്ഞത് ആ നായ്ക്ക് കൊടുക്കാൻ പറഞ്ഞ ആള് രവിയേട്ടൻ. ആ അത് അരിച്ചിട്ട് ബാക്കി അതിന്റെ കൊറ്റൻ. ആ നായ്ക്കള് തേങ്ങ കഴിക്കുക. അതാ അല്ല അത്രയും ആള് പറയണ അത്ര വിറ്റാമിനുള്ള സാധനമല്ലേ, വെറുതെ മണ്ണിൽ ഒഴിച്ച് കളയേണ്ട, നായ്ക്കള് കഴിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. അടുത്തത് സംഗീത. 2 പേരുടെ ഏത് വീഡിയോ കണ്ടാലും സന്തോഷം മാത്രം. അത് തരുന്ന പോസിറ്റിവിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ലവ് യു ഡിയേഴ്സ്. സന്തോഷം. സിന്ധു ഷാജി. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖം പെട്ടുപോയോ എന്നൊരു തോന്നൽ. അടുത്തത് സാലി ജോൺ. എന്നാലും അജു ചേട്ടാ തേരട്ടയുടെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സരിതയുടെ മുഖഭാവം കണ്ട് ചിരിച്ചും എടുത്തു. എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് മാത്രമല്ല തേരട്ടയുടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇതിൽ കുറെ പേര് അത് കഴിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞു അതിന്റെ ടേസ്റ്റ്. നിധിയും പറഞ്ഞില്ലേ? നിധിനതെങ്ങനെയാ പറയാ ചേട്ടൻ പറഞ്ഞു മണ്ണെണ്ണ ടേസ്റ്റ്. പക്ഷെ എനിക്കങ്ങനെ അതിന്റെ ടേസ്റ്റ് അല്ല തോന്നി. എനിക്ക് വേറെ എന്തോ ഒരു മണം. നീ തന്നെ തേരട്ട അതിന്റെ മണം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. എനിക്കത് ആലോചിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരാം. തേരട്ടാരം മണ്ണാട്ട ആലോചിക്കുമ്പോൾ. അടുത്തത് ഇന്ത് ചന്ത്. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് അജു പറയുകയാണ് തേരട്ടയുടെ മണമുണ്ടെന്ന്. അത് കേട്ടപ്പോൾ സത്യത്തിൽ ഛർദ്ദിക്കാൻ വന്നു. എന്നാൽ എൻ്റെ അജു എന്തൊരു ഉപമയാണിത്. കവിതാ മോഹൻലാലാ. എൻ്റെ അജു ആ ചേട്ടനല്ലേ അത് ചെയ്യാൻ വന്നത്. പിന്നെ എന്തിനാ അജു അതിൻ്റെ ഇടയിൽ കയറി ആ ചേട്ടനെ ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ ഒരു പാചകം. ഈ അജുവിൻ്റെ ഒരു കാര്യം സരിത കണ്ടോ മാറി നിന്നത്. എൻ്റെ പൊന്നോ, അതെന്തുകൊണ്ടാണ് ആള് ചെയ്യാൻ വന്നിട്ടേ ചേട്ടനാണ് ചെയ്തോണ്ടിരിക്കണ കേട്ടാ. ചേട്ടൻ ചെയ്തിരുമ്പോ ആള് വന്നിട്ട് തക്കാളി ഇതുണ്ട് ആളാണ് വന്നേക്കണ പാചകം ചെയ്യുന്നിട്ട്. അപ്പൊ ചേട്ടൻ പറയും ഏയ് തക്കാളി ഇപ്പിടണ്ട കുറച്ച് കഴിഞ്ഞിട്ടോ. കാരണം ആള് പറഞ്ഞേ സബോളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തക്കാളി ഇടാന്ന് പറഞ്ഞു. അപ്പൊ തക്കാളി എന്തെങ്കിലും നമ്മള് അല്ല മസാല ഈ പൊടികളിട്ട് ഒരു മൂപ്പായിട്ടാണല്ലോ തക്കാളി ഇടാൻ പാടുള്ളൂ. ആളല്ല അത് ഉണ്ടാക്കാൻ വന്നത്. അപ്പൊ ആൾക്ക് ഒരു രീതി ഉണ്ടാവല്ലോ ഉണ്ടാക്കാനായിട്ട്. പാചകം ചെയ്തിടണ ഒരാൾ തന്നെയാണ്, പാചകം അറിയണ ഒരാൾ തന്നെയാണ്. അപ്പൊ എനിക്ക് ഒരു തോന്നല് തോന്നി. അപ്പൊ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ തോന്നി. അപ്പൊ പിന്നെ ഞാൻ കൈ കേറി അതാണ് ഉണ്ടായി. അയ്യോ പിന്നെ വേറെ കാര്യമുണ്ട്, ഞാനത് കേറിയത് കൊണ്ട് നന്നായി. അല്ലെങ്കിൽ ഞാൻ ഈ ചിക്കനും ചോറും ഒരുമിച്ചിട്ടിട്ട് ഇതാക്കില്ലേ. ഇതിപ്പോ ചിക്കൻ വേറെയും ചോറ് വേറെ ആയിട്ട് മതി കിട്ടിയില്ലേ. അങ്ങനെ ചോറ് അത്ര മോശമൊന്നുമല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ചോറ് ഭയങ്കര കയ്പാവോ ഇത് ചേർത്തപ്പോഴേ. അങ്ങനെ കയ്പുണ്ടായിരുന്നില്ല. ഇത്ര അധികം ചോറിലേക്കല്ലേ അത് ചേർത്തത്, അതുകൊണ്ട് കയ്പൊന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അത് കാണാൻ ജാതി ഗ്ലാമറായിരുന്നു റൈസ്. പിന്നെ അതിൽ വിറ്റാമിനും സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. അത് ഇങ്ങനെ കടിച്ച് പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്തില്ല. 4 ടീസ്പൂണും പഞ്ചസാര ചേർത്തില്ല. പിന്നെ കുറേ സമയം തിളപ്പിച്ച് വറ്റിച്ചല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഓവർ കുക്ക് ആകുമ്പോൾ തന്നെ കുറേ ന്യൂട്രിയൻസ് ഒക്കെ പോവില്ലേ. അപ്പം അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, നല്ലതാവാം, അറിയില്ല. അടുത്തത് സുരേന്ദ്രൻ ശാരിക. കാണാത്ത കാര്യങ്ങൾ കാട്ടിത്തരുന്ന നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. ശൈലജ സുരേന്ദ്രൻ കണ്ണൂർ. പിന്നെ പ്രേമ മലയത്ത്. ഉണ്ടീനെ കൂട്ടണ്ട, ചേട്ടന് വിശ്വാസമില്ലാത്തതുകൊണ്ട് കഴിച്ചു നോക്കിയതാ. ചേട്ടനെടുത്ത് അയ്യോ എന്തോരം സമയം എടുത്ത് കഴിച്ചോടുന്ന. ലാസ്റ്റ് അത് ഇടണ വരെ എടുത്ത് കഴിച്ചോടുന്നു ചേട്ടൻ. ഞാൻ നോക്കുമ്പോഴൊക്കെ വായ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല ഞാൻ എന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ പുറം ഭാഗം കരിഞ്ഞ പോലെ ഇരിക്കണ്ടല്ലോ. പിന്നെ അതിൻ്റെ ടേസ്റ്റ് എങ്ങാനും കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാനാണ് ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ എടുത്ത് കഴിച്ചു പറയാ ഇതിപ്പോൾ ഉണ്ടിയും മറ്റേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ പോലെയെന്ന്. അതായത് ഉണ്ടൻ ഒരെണ്ണെടുത്തു, ഉണ്ടി ഒരെണ്ണെടുത്തു, അങ്ങനെ എടുത്തത് കഴിയുമല്ലോ ലാസ്റ്റ്. എന്നിട്ട് ചേട്ടൻ തിന്നോണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഒരെണ്ണം ഞാൻ ടേസ്റ്റ് അത് കയ്പുണ്ടോന്ന് കരിഞ്ഞുണ്ടോന്ന് അറിയാം ഒരെണ്ണം എടുത്ത് നോക്കിയുള്ളൂ. അതാ ഞാൻ പറഞ്ഞ ഉണ്ടീനെ കൂട്ടുണ്ടാകും. ബിരിയാണി കാണാൻ സൂപ്പർ, പക്ഷെ ഇഞ്ചി കടിച്ച പോലെ എന്തോ ഒരു ബന്ധിക്കേട് അജുവിന്. പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ അജുവിന് എന്തിനും തേങ്ങയുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണമായിരുന്നു അല്ലേ രവിയേട്ടൻ്റെ. എന്തായാലും വിജയിച്ചു. പരീക്ഷണമായിരുന്നു. അതും ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞത്. ഉണ്ടാക്കിയതാണ്ട് കഴിയാറായപ്പോഴാണ് പറയണേ ഇത് ഞാൻ പരീക്ഷണം ചെയ്യണതാണ്, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേന്ന്. അടുത്തത് ശ്രുതി പ്രദീപ് VK. സ്വർഗത്തിലെ പഴമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും അപമാനം ഏറ്റുവാങ്ങിയ വേറൊരു പഴം ഉണ്ടാവില്ല. അടുത്തത് കൃഷ്ണ രംഗോലി. ആ ബിരിയാണി മുഴുവൻ കൊണ്ടുപോക്കോ ചേട്ടാ, അവർ ഇനി അത് കഴിക്കാൻ സാധ്യതയില്ല. അല്ല കഴിച്ചു, കഴിച്ചു. പിന്നെ വൈകുന്നേരം കഴിച്ചു.
എന്നാലും ബാക്കിയായി അല്ലേ? ആ മോശമൊന്നുമല്ല, ആ കുഴപ്പമില്ല. ചേട്ടൻ കുറച്ചുകൂടി കൊടുത്തായിരിക്കായിരുന്നു അല്ലേ? പിന്നെ ഷർമിള റെജി, വളരെ വിദഗ്ധമായി താമരശ്ശേരി ഒരു പരീക്ഷണശാലയാക്കി ശാസ്ത്രജ്ഞൻ അജു. അജു ചേട്ടൻ ഉള്ളപ്പോൾ എന്തിനെ പേടിക്കുന്നത്, എന്തായാലും സംഭവം കളറായിട്ടാ. അടുത്ത് മേരി ജോൺ, ചാവാലി പിടിച്ച പപ്പാക്കായുടെ ടേസ്റ്റ്. സരിത, ഇതിന് വലിയ അപമാനം ഈ ഫ്രൂട്ടിന് കിട്ടാനില്ല, അത് കലക്കി. അടുത്തത് ഉഷ അയ്യപ്പൻ, സരിത കറക്റ്റ് കാര്യം പറയും, നല്ലതായാലും ചീത്തയായാലും. സരിതയ്ക്ക് ഒളിച്ചു വയ്ക്കുന്ന സ്വഭാവമില്ല, സരിത ഇഷ്ടം. താങ്ക് യു. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇതിൽ ഈ ഫ്രൂട്ടിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ ആ ഫ്രൂട്ട് അവിടെ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നു. ഈ ഫ്രൂട്ടിനെ പറ്റിയിട്ട് രവിയേട്ടനാണെങ്കിൽ പരമാവധി കൊണ്ട് പൊക്കിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഒരാൾ എങ്ങനെയാണ് അത് കഴിക്കുക, ടേസ്റ്റിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല. ആളതിന് ഭയങ്കര ഗുണങ്ങൾ അതാ പറയണുള്ളൂ. ആള് ടേസ്റ്റ് ഭയങ്കര ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ അഭിയാണെങ്കിൽ കഴിക്കാൻ നമുക്ക് അത് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഈ റംബൂട്ടാൻ കഴിക്കുമ്പോൾ അതിൻ്റെ നമുക്ക് അതിന് ഇഷ്ടപ്പെടുന്ന രുചി ഉണ്ടല്ല. ഇതൊന്നുമില്ല, ഇത് തനി ഭയങ്കര കയ്പ്പാണ്. ഇത് മധുരട്ട് അല്ല എന്താ പറയാ, മധുരം അല്ല വേറെ എന്തൊക്കെയോ ഒരു ജാതി ആ ജ്യൂസ് തോന്നില്ല. അതന്നെ. പിന്നെ ആ ജ്യൂസ് ഉണ്ടാക്കിയത് ഈ പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിന് കയ്പ്പ് ഫുള്ളായിട്ട് വിടുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് എന്താ പറയാ, അതുകൊണ്ട് അത് കൂടിയിട്ടായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്. ഡാനിയൽ, ഒരല്പം ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അടിപൊളി എന്ന് പറയുന്ന ആ ജ്യൂസ് ഇന്ന് ഒന്നും മിണ്ടുന്നില്ല ടേസ്റ്റിനെ കുറിച്ച്. ചിന്നു അനു, തേരട്ടയുടെ മണം എൻ്റെ അജുവേട്ട ഓർമ്മിപ്പിക്കല്ല, ഒറ്റ തവണ ഞാൻ ആ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. കണ്ട ആ കുടിച്ചവരുണ്ട് ആളുകൾ. ഇപ്പോൾ സരിത കുടിച്ചു, സരിതയ്ക്ക് തേറ്റയുടെ മണം അറിയാത്തതുകൊണ്ട് ഇതില്ല. ഞാൻ കുടിച്ചു, എനിക്ക് ഫീൽ ചെയ്ത് ഇതിന് കുടിച്ചതേ. ഇപ്പോൾ ഓരോ കമൻറ്റുകളുണ്ടല്ലേ. റാണി മാത്തുണ്ണി, സംഗതി ഫ്ലോപ്പ് ആകും എന്ന് അജുവിൻ്റെ മുഖം പറയുന്നുണ്ട്. ജയ, ദിസ് ലുക്സ് ലൈക്ക് മുള്ളാത്ത പോലെ, പച്ച കളറാന്ന് മാത്രം. പിന്നെ അതിന്റെ ഉൾഭാഗം വേറെ കേട്ടാ, അങ്ങനെ തന്നെ വേറെ അല്ലേ. മുള്ളാത്തയുടെ ഉൾഭാഗം ആത്തച്ചക്ക പോലെ കുരുക്കെ അത് നമുക്ക് കഴിക്കാൻ പറ്റും. അത് കഴിക്കാൻ ഒരു കുഴപ്പമില്ല. ആ സമയം ഇത് കയ്പക്കായാലും കുരു ഇതുപോലെയാണ്, ഉള്ളിൽ പോലെയാണ്. കയ്പക്കായ പഴുത്ത് കഴിഞ്ഞില്ലേ, പാവയ്ക്കൊക്കെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കഴിക്കുകയാണെങ്കിൽ ഇത് പച്ചക്ക് കറി വയ്ക്കുന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ രസം ഉണ്ടായിരിക്കും പച്ചക്ക്. വീട്ടിനമ്മകാരും എല്ലാ വക സാധനം പാമ്പിനും പഴുതാരും പാറ്റും പല്ലിയൊക്കെ തിന്നണതല്ലേ. മുജീബ് റഹ്മാൻ, അവസാനം കൊണ്ട് കളഞ്ഞില്ലേ അജുവേട്ടാ തേരട്ടയുടെ മണം. ഇനി എന്തൊക്കെ മണം കണ്ടുപിടിക്കാവോ ഈശ്വരീ മനുഷ്യൻ. ഇതിന്റെ മാർക്കറ്റ് ചാട്ടി ഇടിച്ചു. 1500 വരെ സാധനം 15 രൂപയ്ക്ക് എന്ന് പറഞ്ഞവരെ ഇനി ഒരാൾ വാങ്ങിക്കില്ലേ. അതുപോലെ അതിനൊക്കെ ഒന്നുപോലെ വിളിച്ചു. അല്ലത് അതിന് ഗംഭീരമായി എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നെ പിടിച്ചു തല്ലും. ഉള്ള കാര്യമല്ല പറഞ്ഞ. ബിന്ദു കലാ സുധാകരൻ, ഈശ്വര ഇത് കഴിക്കാൻ പറ്റുമോ ആവോ, മര്യാദയ്ക്ക് സാധാ ബിരിയാണി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇതായിരുന്നു ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അജുവിൻ്റെ മുഖഭാവം. രമാജയൻ, ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് അജുവേട്ടൻ്റെ ഒരു പഞ്ച് ഡയലോഗ്, തേരട്ടയുടെ മണമെന്ന് ഞാൻ ചിരിച്ചു മരിച്ചു. പത്മജ കുഞ്ഞിപ്പുരയില്ല. പിന്നെ ഒരു കാര്യം, അജുവിനെ എല്ലാവരും കൂടി നന്നാക്കല്ലേ. ആ മനുഷ്യൻ്റെ ഈ കളികളാണ് ഈ വീഡിയോയുടെ ജീവൻ. ഭാര്യയും ഭർത്താവ് അടിച്ചു പൊളിച്ച് വീഡിയോ ചെയ്യൂ, നമ്മൾ ഒന്നിച്ചുണ്ട്. ചില തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരും, അത് പിന്നെ നമ്മളുടെ വിവരം നിങ്ങളും അറിയണമല്ലോ. അല്ല പിന്നെ അതന്നെ, എല്ലാതും അടിപൊളി 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 എന്ന് പറഞ്ഞെങ്ങനെ ശരിയാവാ, തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരണം. അടുത്തത് ഷിഞ്ചു ചേറോത്ത്, പുള്ളിയെ വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കി വിട്ടു. പുള്ളി ആ ഫ്രൂട്ടിൻ്റെ ഗുണം പറയുമ്പോൾ നിങ്ങൾ രണ്ടാളും ആ ഫ്രൂട്ടിൻ്റെ ഫുൾ കുറ്റം പറയുന്നു. പഞ്ചസാര ഇട്ടതൊക്കെ അജു വല്ലാണ്ട് അയാളെ കൊച്ചാക്കി സംസാരിച്ചു. അല്ല, പഞ്ചസാര ഇത്രയ്ക്കധികം ഇടാണെങ്കിൽ പിന്നെ അതിന്റെ ഗുണമൊക്കെ പോയില്ലേ. അതോ അതുകൊണ്ടാണ് പഞ്ചസാര നമുക്ക് കാര്യം പറയണ്ട. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ പുകഴ്ത്തി ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി ഇങ്ങനെ പറയാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൾപ്പില് സരിത തന്നെ 12 ടീസ്പൂണാണ് അവിടെ പഞ്ചസാര ഇട്ടു അടിച്ചത്. പിന്നെ ഇവിടെ കൊണ്ടിട്ട് 3 ടീസ്പൂണാണ്. എനിക്ക് ടേസ്റ്റ് നോക്കിയപ്പോ പച്ചവെള്ളം ചവയ്ക്കണ പോലെ ഇങ്ങനെ ടേസ്റ്റ് വരുന്നില്ല. ആളിലൊരു 6 ടീസ്പൂൺ ഇട്ടോന്ന് പറഞ്ഞ 6 ടീസ്പൂൺ ഇട്ടിട്ട് പിന്നെ ഒരു 8 ടീസ്പൂൺ പിന്നെ ഇട്ടു. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ 2-3 ഇട്ടിട്ട് നോക്കിയപ്പോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് മധുരമായിപ്പോള വന്നേ. പിന്നെ ഇവിടെ വന്നിട്ട് 2-3 ടീസ്പൂൺ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇട്ടു. ആളത് കഴിക്കണതാന്ന് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് പറഞ്ഞു വീട്ടിലുണ്ടാക്കിയിട്ട്. അപ്പൊ കൂടുതൽ പഞ്ചസാര ഇട്ടിട്ടാവും കഴിക്കാറ്. അപ്പം അത്രയധികം പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിന് ഗുണമുള്ളത്? നമുക്ക് അങ്ങനെയല്ലേ. അതിപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കഴിക്കില്ലേ,
നാരങ്ങ വെള്ളം അത് നമുക്ക് മറന്നുണ്ട് സർബത്തൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ പഞ്ചസാര ഇട്ടിട്ടല്ലേ കഴിക്കണേ. അല്ലടി ആ സാധനത്തിൽ ഇപ്പൊ തേൻ ചേർത്ത് കഴിക്കാൻ വേണമെങ്കിൽ അല്ലേ. തേൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കാട്ടിലത്തെ ഒരു കാട് മുഴുവൻ ആ കാട്ടിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തേൻ കൊണ്ടുവന്നതിൽ ഒഴിക്കേണ്ടി വരും. അങ്ങനെ കഴിപ്പൊന്നുമില്ല. അടുത്ത രഞ്ജിത്ത് മേനോൻ, ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ രണ്ടാളുടെ മുഖഭാവം ശ്രദ്ധിക്കുകയായിരുന്നു. ഈ കമന്റ് ഭയങ്കര പ്രത്യേകതയുള്ള കമന്റ് കേട്ടോ, എനിക്ക് മുഴുവൻ വായിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ഇടുമ്പോ അജു ബിരിയാണി പഞ്ചസാര ബിരിയാണി ആവോ? ആള് മെല്ലെ ചിക്കൻ മാറ്റി വെച്ചു, കുളമായാൽ അരിയല്ലേ പോവുള്ളൂ. വീഡിയോ അവസാനം വരെ ആ കൈപ്പൻ പഴം സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുപോയി. കയ്പായതുകൊണ്ട് അജു അവനെ തിരിഞ്ഞു നോക്കിയില്ല. പൾപ്പ് ജ്യൂസാകാൻ എത്ര വെള്ളം വേണം എന്ന സരിതയുടെ ചോദ്യവും അയാളുടെ ഉത്തരവും ചിരിക്കാൻ വക നൽകി. ഏതായാലും നിങ്ങളുടെ അതേ സംശയം എനിക്കുമുണ്ട്. ഈ കഴിക്കുന്ന സാധനം പഞ്ചസാര എല്ലാം ഇട്ട് ഇത്ര ബുദ്ധിമുട്ടി എന്തിന് കഴിക്കണം? പക്ഷികളും മൃഗങ്ങളും പോലും ഇത് കഴിക്കുന്നില്ല. അവസാനം പൾപ്പ് ജ്യൂസിൽ നിന്ന് അജു വിദഗ്ധമായി ഊരി വാൽക്കഷ്ണം. ബിരിയാണി പ്ലേറ്റിന് 500 രൂപയ്ക്ക് വിൽക്കാം. കൈപ്പൻ പഴത്തിൻ്റെ മുതലാളി എവിടെയോ നോക്കി മൊഴിഞ്ഞു. ആൾക്ക് കറക്റ്റ് അഭിപ്രായമാണ് പറഞ്ഞത് രഞ്ജിത്ത് മേനോൻ അല്ലേ? ശരിക്ക് ഇല്ലേ? അല്ല, ഇതിലത്തെ പല പല നമ്മുടെ ആളുകൾ പറയുന്ന ഉത്തരങ്ങൾ കുറെ ഉണ്ട് ഇതില്. അല്ല, എന്തിനാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടത് കഴിക്കണില്ല. അടുത്തത് പ്രസീത ജഗദീഷ്. കണ്ട, ഇതും ചേട്ടൻ മുഴുവൻ എടുത്തിട്ടില്ല. നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യൻ ഇന്നലെ? എന്നും വന്നില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു. രണ്ടാളെ എന്നും കാണണമെന്ന്. അയ്യോ, അൺസബ്സ്ക്രൈബ് ചെയ്യല്ലേ, ഞങ്ങൾ എന്നും വന്നോളാം. അത് മറ്റേ ഈ മെറീനയുടെ കേക്കിലാണ് കാര്യമാണ് പറഞ്ഞത്. അതെ, രണ്ടാളെ ഒരുമിച്ച് കണ്ടില്ലെങ്കിൽ ഒരു സുഖല്യാന്നേ. അതിന് മിഥുൻ ഷൂട്ട് ചെയ്യാൻ വരുന്ന ദിവസം അതിലത്തെ ആ വീഡിയോയിൽ ഞാനുണ്ടാവില്ല. അപ്പം അതിൽ കമൻസ് വരും, ഞാൻ ഇല്ലാത്തറ സുഖല്യാണ്ട്, സരിത ഇല്ലാത്തറ സുഖല്യാണ്. പുറത്തുനിന്ന് ആരെങ്കിലും ഒരു പാചകത്തിന് വന്നേക്കാണെങ്കിൽ അപ്പം ചേട്ടൻ ഇത് സരിത അവതരിപ്പിച്ചോളും, ഞാൻ മാറുന്നു. അടുത്തത് ബിജി നാരായണൻ. സരിത പറഞ്ഞ പോലെ ആ ചേട്ടൻ അഭിമാനത്തോടെ കൊണ്ടുവന്ന പഴത്തിന് ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു. അജുവിന് എപ്രാളം കൂടിയിട്ട് ആ ചേട്ടൻ ഒന്നും പറയാനും ഉണ്ടാക്കാനും സമ്മതിക്കുന്നില്ല. ആ ചേട്ടൻ കാര്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വന്നതാ, പാവം. അജു എപ്രാളം ഒന്ന് കുറയ്ക്കൂ. തീർത്ത, അയ്യോ ഇത് വളരെ മോശമായി പോയി അജു. ഈ ചേട്ടൻ തന്നെ പിന്നെ ഒരുമാതിരി സംസാരിക്കുന്നു. ആ ചേട്ടനെ പിന്നെ എന്തിനാ വീഡിയോ ചെയ്യാൻ വിളിച്ചേ? ഒരുമാതിരി ആയിപ്പോയി. ഇല്ല, ആള് ബിരിയാണി നമ്മൾ കൂടി ചേർന്നുണ്ടാക്കാന്ന് പ്ലാനിൽ തന്നെ വന്നത്. ആൾക്ക് ബിരിയാണി അങ്ങനെ ബിരിയാണിയിൽ സ്പെഷ്യലിസ്റ്റ് എന്ന ഒരാൾ ഈ പൾപ്പ് അതിൽ ചേർത്ത് കളറാക്കാന്ന് മാത്രമുള്ള ഒരു ചുമതല മാത്രമേ ശരിക്കും ആൾക്കുള്ളൂ. അത് മാത്രമല്ല, ഒരു വീഡിയോ കണ്ടു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ആൾക്ക് തോന്നിയത് എന്തുകൊണ്ട് അങ്ങനെയാണ് ബിരിയാണി വേവിക്കുമ്പോൾ ചേർത്തുകൂടാ എന്ന് തോന്നിയിട്ട് ആള് വന്ന് ചെയ്തതാണ്. ബാക്കിയൊക്കെ സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ സ്വാഭാവികം. റിയാസ്, അജുവിന് കോഴിയുടെ കാല് കഴിക്കണമെന്നുണ്ട്, കറക്റ്റ്. പക്ഷെ ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി നിതിനോട് വേണോ എന്ന് ചോദിക്കാം. അവൻ വേണ്ടെന്നേ പറയൂ. നിനക്ക് കോഴിയുടെ കാല് വേണോ? അപ്പം നിതിൻ വേണം. അജു, ചെക്കൻ എൻ്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിച്ചല്ലോ, തേങ്ങാക്കൊല. ചോദിക്കാൻ പോയതാണ്, അബദ്ധമായി പോയത്. സരിത, ബിരിയാണി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കേട്ട രവിയേട്ടൻ, വേണമെങ്കിൽ ഓർഡർ എടുത്ത് പ്ലേറ്റിന് 500 രൂപയ്ക്ക് കൊടുക്കാം. ഇത് കേട്ട സരിത മനസ്സിൽ പറഞ്ഞു, തേങ്ങാക്കൊല. അങ്ങനെ തള്ളിമറിക്കാനൊന്നുമില്ല, ഒരു ആവറേജ് ടേസ്റ്റ്, അത്രേ ഉള്ളൂ. ഇങ്ങേര് വന്നത് മുതൽ തള്ളിമറിക്കുകയാണല്ലോ, സ്വർഗത്തിലെ പഴം സ്വർഗത്തിലെ ബിരിയാണി എന്നൊക്കെ. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നരകത്തിലെ ബിരിയാണി പോലെയാണ് തോന്നിയത്. അങ്ങനെയില്ല കേട്ടാ, മോശമല്ല, അങ്ങനെ ഭയങ്കര മോശമല്ല. എനിക്ക് ആ ജ്യൂസ് അത്രയ്ക്ക് പിടിച്ചില്ല, മധുരമൊക്കെ ഇട്ടിട്ടുണ്ടായത്. പക്ഷെ ഇത് ബിരിയാണി കുഴപ്പമില്ല, അത്രയൊക്കെ കുഴപ്പമൊന്നുമില്ല കഴിക്കാനായിട്ട്. ടെസ്ല മൈ ഹീറോ, അബിയുപ്പഴത്തിന്റെ എസൻസ് അരിച്ചാൽ അതിലെ ഫൈബർ കണ്ടന്റ് മുഴുവൻ പോയില്ലേ? ഗുണത്തിന്റെ പ്രധാന സാധനം കളഞ്ഞു. അബിയൊന്നല്ല, അല്ല ആള് ഈ പഴത്തിന്റെ തെറ്റ് ചെയ്ത ഗുണം. ഗാഗ് ഫ്രൂട്ട്. ടോമെൽഡോ, എന്തുട്ടാ അജു ആ ജ്യൂസിന്റെ മണത്തെ ഇങ്ങനെയൊക്കെ ഉപമിക്കണേ? അതൊരു ഭക്ഷണ സാധനമല്ലേ? ഈ പഴം ചെറിയേട്ടന് പറ്റിയതാണ്. അദ്ദേഹത്തിന് ടേസ്റ്റ് ഒന്നും പ്രശ്നമില്ലല്ലോ, ഗുണമാണ് മുഖ്യം. ഏത് വിദേശി വന്നാലും നമ്മുടെ ചക്കപ്പഴത്തിനെയും മാമ്പഴത്തിനെയും ഒക്കെ വെല്ലാൻ ഇവരെ കൊണ്ടൊന്നും പറ്റില്ല. ഇവർക്കൊക്കെ ലുക്ക് മാത്രമേ ഉള്ളൂ. കറക്റ്റ് ലുക്ക് ഭയങ്കരട്ടാ. ആ ഫ്രൂട്ട് കാണാൻ കട്ട് ചെയ്യാൻ തോന്നില്ല, അത് അത്രങ്ങനെ അതുപോലെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയ പോലത്തെ ഒരു രൂപം. അതെ, നമ്മൾ മെഴുകൊണ്ടാ നല്ല പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കില്ലേ, അതുപോലെ. ഇവർക്കൊക്കെ ലുക്ക് മാത്രമേ ഉള്ളൂ. ഇനി ചിക്കൻ മേടിക്കുമ്പോൾ ലെഗ് പീസ് മുറിച്ച് മേടിച്ചാൽ മതി, ഈ വഴക്കൊഴിവാക്കാലോ. പണ്ടൊക്കെ ധാന്യങ്ങൾ കൊണ്ടുള്ള
പായസമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് മാറി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വെച്ചുള്ള പായസങ്ങളായി. അതുപോലെ ബിരിയാണിയിലും പുതിയ ട്രെൻഡ് വരട്ടെ. എന്നാലും ആ ചേട്ടനെ സമ്മതിക്കണം, 4 ഗ്ലാസ് ബിരിയാണി അരി കൊണ്ട് പരീക്ഷണം നടത്താൻ തോന്നിയല്ലോ. ആ ചേട്ടൻ്റെ ചേച്ചി സമ്മതിച്ച് കാണില്ല പരീക്ഷണം നടത്താൻ. അത് അങ്ങനെ നമ്മുടെ ലാബിലേക്ക് എത്തി. അടിപൊളി, ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതെ, കുഴപ്പമില്ല, അത്ര തന്നെ ഉള്ളൂ, അടിപൊളി എന്നൊന്നും പറയില്ല. വർഗീസ്, എന്ത് വറക്കുമ്പോഴും എണ്ണയിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് നോക്കൂ, അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ല. ഇനി സന്ധ്യ ബിജു, നിങ്ങളുടെ വീട്ടിൽ ആ ഫ്രൂട്ട്സ് കിളിർക്കില്ല, കാരണം 2 പേരും കൂടി അതിനെ അത്രയ്ക്ക് അപമാനിച്ചു. എൻ്റെ പൊന്ന് ചേട്ടാ, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. തേരട്ടയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സരിതോട് പറയുന്നു, കുടിച്ചോ നല്ല ടേസ്റ്റ് ആണെന്ന്. ആദ്യമായിട്ടാണ് ഒരു സാധനം കഴിക്കുമ്പോൾ മുഖം തൃപ്തിയില്ലാതെ ഇരിക്കുന്നത്. ബിരിയാണി കഴിച്ചപ്പോഴും ജ്യൂസ് കുടിച്ചപ്പോഴും ചേട്ടൻ മുഖം ശ്രദ്ധിച്ചു. സരിത റിമി ടോമിയുടെ ക്ലാസ്സിൽ പോകുന്നുണ്ടോ? തగ్గടി കൂടി കൂടി വരുന്നു. എന്നെ പണ്ടേ തന്നെ ഇവിടുത്തെ അച്ഛൻ റിമി ടോമി എന്ന് വിളിക്കാറ്, എന്നെ ഇവിടുത്തെ അച്ഛൻ. അത് രാഗി എപ്പോഴും പറയും റിമി ടോമിനെ പോലെയാണ്, അങ്ങനെ പറയുന്ന അച്ഛനെ. അടുത്ത JK വ്ളോഗ്സ്. ഫോർ യുവർ ഇൻഫർമേഷൻ, ബഡിനസിന് വേണ്ടി ക്യാൻസർ, ഷുഗർ എന്നൊക്കെ പറഞ്ഞ് നഴ്സറി ടീംസ് ഇറക്കുന്നതാണ്. ബഡിനസ്സാ വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ട് ആണ്. പിന്നെ ഗാഗ് ഫ്രൂട്ട് ഏതെങ്കിലും മരത്തിൽ പടർത്തി വിട്ടാൽ ആ മരത്തിന്റെ കഥ കഴിയും. അതുകൊണ്ട് പറമ്പിലൊന്നും വലിച്ചെറിയരുത് വിത്ത്. വിത്ത് മുഴുവൻ ചേട്ടൻ കൊണ്ടായി. ഒരു വിത്തിന് 100 രൂപയാണ് ഇത്ര. ആ, അങ്ങനെ പറഞ്ഞു. അതെല്ലാം കൊണ്ടേക്കോന്ന് പറഞ്ഞു. ഒരു വിത്ത് പോലും ഇവിടെ പോയിട്ടില്ല. എല്ലാതും ആള് അവിടെ കഴുകി അപ്പം തന്നെ പരത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം കൊണ്ടുപോയി. അടുത്ത് വിജയലക്ഷ്മി, എൻ്റെ കമന്റ് വായിക്കാറേ ഇല്ല, ഞാൻ പിണങ്ങി. വായിച്ചിട്ടുണ്ട്, ഇന്നൊരെണ്ണം നേരത്തെ വായിച്ചു. ഇത് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലത്തെ കമന്റ് വായനയിൽ ഇട്ടുള്ള 2-3 കമന്റുകളാണ്, അത് എടുത്തിട്ടുണ്ട്. അതാണ് കേട്ടാ. ഡാലിയ ദിവാകരൻ, ഞാൻ ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്തു, ഇനി കമന്റ് ഇടുന്നില്ല. വെറുതെ എന്തിനാ ഇട്ടിട്ട്, അത് വായിക്കാൻ നോക്കിയിരിക്കണ്ടല്ലോ. പേജ് നിറച്ചെഴുതി എന്നിട്ടും വായിച്ചില്ലേ, ഇനിയില്ല, നിർത്തി. അയ്യോ, അങ്ങനെ പറയരുത്, വായിക്കും, എല്ലാവരെയും വായിക്കണ്ടേ, അതുകൊണ്ടാണ്. ശരത് CB ബാബു, എത്രയോ വർഷങ്ങളായി ചാനൽ കാണുന്നു, ഇന്ന് വരെ ഒരു മടുപ്പും തോന്നിയിട്ടില്ല. ഒരൊറ്റ കാരണമേ ഉള്ളൂ, വീഡിയോയിൽ നിഷ്കളങ്കത. ഒരുപാട് സ്നേഹത്തോടെ ശരത്ത്. ഹരിഹരൻ അയ്യർ, മുറ്റത്ത് കിടക്കുന്ന കാര്യം വായിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നു. പണ്ട് സ്കൈലാബ് വീഴാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പേടിച്ച് രാത്രി മുറ്റത്ത് കിടക്കുമായിരുന്നു. ആ ഒരു കാര്യം ഓർമ്മ വന്നു. നിങ്ങളുടെ വീഡിയോ ഒന്നിനൊന്ന് സൂപ്പറാണ്. സ്കൈലാബ് പണ്ട് ഓർമ്മയുണ്ടാവും. അമേരിക്കയിലെ ഒരു ഉപഗ്രഹം മറ്റേ ആകാശത്തോടെ പോകുന്ന ഒരു ഇതാണ് സ്കൈലാബ്. അത് കൺട്രോൾ പോയി, അവരെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി, നാസയുടെ കയ്യിൽ നിന്ന്, ആരെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. ഇപ്പോൾ പിന്നെ അത് നമുക്ക് ചെറുപ്പകാലത്താണ്, കുഞ്ഞിതായിരിക്കുന്ന ടൈമിലാണ് സ്കൈലാബ് വീഴും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം വീണിട്ട് നിലത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കക്കാർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ലക്ഷക്കണക്കിന് രൂപ കിട്ടും എന്നുള്ള ഒരു കിംവദന്തി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഞങ്ങളൊക്കെ അതിങ്ങനെ ആ സമയത്ത് മുറ്റത്തിറങ്ങി നടക്കണേ, എപ്പോഴെങ്കിലും പൊട്ടിയിട്ടൊരു കുഞ്ഞൊരു കഷ്ണം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാശുകാരായില്ലോ. അങ്ങനെ സ്കൈലാബ്, അങ്ങനെ ആ സ്കൈലാബ് വീണെന്ന് ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടായി. സ്കൈലാബ് ഏതോ പസഫിക്കിൽ എവിടെയാണ് വീണത്. സ്കൈലാബ് വീണെന്ന് ഒരു കുട്ടി ഉണ്ടായപ്പോൾ അയാൾ കിടാവിന് പേരിട്ടത് സ്കൈലാബ് പുത്രൻ എന്നാണ്. അന്ന് പേപ്പറിലുണ്ടായിരുന്നു, സ്കൈലാബ് പുത്രൻ. അപ്പോൾ അങ്ങനെ സ്കൈലാബ് ഒരു ആ സമയത്ത് പുറത്ത് കിടക്കണ ഒരു ശീലം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പുറത്ത് കിടക്കുക. അടുത്തത് തലേബ് റോയ് പ്രണത, അടുത്ത ആഴ്ച എൻ്റെ ഈ കമന്റ് വായിക്കണം, ദാ പിടിച്ചോ. എന്നിട്ട് കുറച്ച് ചിഹ്നങ്ങളൊക്കെ ഇട്ട് വെച്ചാണത്. തെറിയുന്നോണ്ട് ഈ കമന്റ് വായിക്കാൻ ചേട്ടാ, അത് വായിക്കാൻ. ടെസ്ല മൈ ഹീറോ അജു, എടുത്തു കൊണ്ടുപോകാനായി അന്ന് പിള്ളേരുകൾ മാത്രമല്ലേ ഉള്ളൂ. കക്കാൻ കയറുന്ന കള്ളൻ, ഇവറ്റകൾ വേണമെങ്കിൽ കുറെ അങ്ങോട്ട് തരാം. കാരണം ഈ കള്ളൻ്റെ വീട്, ഇപ്പം നമ്മുടെ വീട്ടിൽ ഓരോ വീട്ടിലും 8-10 പിള്ളേരുകളുണ്ട്. ഈ കക്കാൻ വരുന്ന കള്ളൻ്റെ ഒക്കെ മുറ്റത്തും ഇറയത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ടാവും പിള്ളേരുകൾ. കക്കാൻ വരുന്ന കള്ളൻ്റെ വീട്ടിലും ഉണ്ടാവും 5-10 എണ്ണം. അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ കക്കാൻ വരുന്നത്. അപ്പം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് എന്തൊരു ചെയ്യാനാ. അന്ന് അവയവ കച്ചവടം തേങ്ങയും വാങ്ങിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇപ്പം ആരും പിള്ളേർ മുറ്റത്ത് കിടക്കണില്ലല്ലോ, വേറെ മുറ്റത്തും കിടക്കണില്ല, ഒക്കെ അടച്ചുറപ്പിലാണ് കിടക്കുന്നത്. അല്ല, ഇപ്പൊ പിള്ളേരെ പിടിച്ചോണ്ട് പോണത് അങ്ങനത്തെ ഉണ്ടായി തുടങ്ങിയില്ലേ, പിന്നീട് വന്നു അല്ലേ. അന്ന് പിള്ളേരെ പിടിച്ചോണ്ട് പോലില്ലേ, പിള്ളേരെ സ്വയം നാട് വിട്ടു പോലുള്ളൂ. അങ്ങനെ നാട് വിട്ടു പോകും.
പിന്നെ ഈ പിച്ചക്കാര് പിടിച്ചോണ്ട് കണ്ണുകുത്തി പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അന്നൊക്കെ പിന്നെ 2 കുട്ടികളൊക്കെ മാറിയല്ലോ അല്ലേ. ബിനുമോൻ ബിനു എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പ് നല്ല രസമായിട്ട് ഈ റിയാസിൻ്റെ പോലെ തന്നെ നല്ല രസത്തിൽ കമൻറ്റ് ഇട്ടോടുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിൽ ബിനുവിനെ കാണാണ്ടായി, ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നു അന്ന് പറഞ്ഞു. പിന്നെ എന്തോ ജോലി തിരക്കായിട്ടാണെന്നാണ് പറയണേ. അപ്പോൾ ഇനി കമൻറ്റുകൾ ഇട്ട് തുടങ്ങുകൊണ്ട് ആൾ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ഇല്ല ഇതിട്ടുണ്ടായിരുന്നു കമൻറ്റ്. സരിതേച്ചിയല്ല അജു ചേട്ടനാണ് സിനിമയിൽ വരണ്ടായി, ജഗതി ശ്രീകുമാറിന് പകരം. എൻ്റെ പൊന്ന്, ഇന്നസെന്റിന് പകരല്ലേ? എന്തല്ലേ ചേട്ടാ? പോന്നോ കഴിഞ്ഞു ഞാട ഇല്ല വെച്ചിട്ടില്ല. മീൻ കൂട്ടാൻ മതിയാ? മീൻ കൂട്ടാൻ ചെമ്മീൻ കൂട്ടാനുണ്ട്, ചെമ്മീനും കായും. ആ തരാം. കഴിഞ്ഞില്ലേ കമന്റ് വായന? ഒരു മിനിറ്റ് അല്ല, ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു, ലാസ്റ്റ് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് കമന്റ് അല്ലാതെ ഇത്രയുണ്ട്, കുറേ ഉണ്ട്. അല്ല ഞാൻ കൂട്ടാൻ കൊടുത്തിട്ട് ജി ശ്രീകുമാറിനായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറ്റില്ല. എന്തായാലും സന്തോഷം. എന്തായാലും ഇങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോ ഇന്നസെന്റിനോട് വേണമെങ്കിൽ താരതമ്യം ചെയ്യാൻ തോന്നാറുണ്ട് എനിക്ക്. അടുത്തത് സംഗീത. ഹായ്, രണ്ടുപേരുടെയും മനോഹരമായ അവതരണത്തിനും സ്നേഹവായ്പിനുമുള്ള അംഗീകാരമാണ് ഇത്തരത്തിലുള്ള ആദരവ്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന മനോഹര കാഴ്ചകൾ സമ്മാനിച്ചതിന് നന്ദി. ലവ് യു ഡിയേഴ്സ്. നമ്മൾ അമ്പലത്തിൽ പോയി അത് നിവ്യ ശരത്ത്. ഇത്രയും വർഷങ്ങൾക്ക് ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനൊരു ധന്യമുഹൂർത്തം കാണുന്നത്. ഇനിയും ഇതുപോലെ ഒരുപാട് പൊതുവേദികൾ കിട്ടട്ടെ, അംഗീകാരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിവ്യ. ശ്രീജ ഗിരീഷ്. അജുവേട്ടാ നന്നായി പ്രസംഗിക്കാനൊക്കെ പഠിച്ചോ? ഇനി ഒരുപാട് വേദികൾ കയറി പ്രസംഗിക്കാനുള്ളതാ. ജഗ്ഗുവിനൊരു ഹായ്. അതേ അതൊന്നും ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ പരിപാടി ഇതുപോലെയൊക്കെ ഉണ്ടാവുന്നേ. അമ്പലത്തിലത്തെ പരിപാടിയല്ലേ, അപ്പം നമ്മൾ അമ്പലത്തിൽ ചെല്ലും, അവിടെ വല്ല തിരി ഇങ്ങനെ കൊളുത്തി ഇങ്ങനെ അത് കഴിഞ്ഞു ഇപ്പോൾ കൂപ്പൺ ഏറ്റുവാങ്ങാൻ പോരാന്ന് വിചാരിച്ച ഞങ്ങൾ ചെന്നപ്പിണ്ട് സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ഗംഭീര പരിപാടിയായിട്ടാണ്. സാധാരണ പോലത്തെ പ്രൊസീജിയറൊക്കെ ആയിട്ട് സ്വാഗത പ്രസംഗം, അധ്യക്ഷ പ്രസംഗം, അങ്ങനെയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്നിട്ട് ഉള്ളിലായിരുന്നേ, ഞങ്ങളെ വിളിച്ചിട്ട് സ്റ്റേജിൽ കയറിയിരിക്കാനും പറഞ്ഞു. അപ്പോൾ ഈ പ്രസംഗിക്കാനായിട്ട് അല്ല, അപ്പം എന്തെങ്കിലും പറയേണ്ടി വരൂട്ടാ നിങ്ങൾ, എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുട്ടാ പറയുക, അപ്പം ഞാൻ പറഞ്ഞു ഞാനൊപ്പം നിൽക്കാം, ചേട്ടൻ ഇങ്ങനെ പറഞ്ഞോളൂ എന്നിട്ടൊരു 3-4 വാചകങ്ങൾ ചേട്ടന് പറഞ്ഞു കൊടുത്തു. ലാസ്റ്റ് എന്നിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ദേവിയുടെ കടാക്ഷം ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുക. അങ്ങനെ ഒരു 4 വാചകം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ദയവ് ചെയ്ത് അവിടെ വെച്ചിട്ട് ബാക്കി സരിത പറയും, അങ്ങനെ പറയായിരിക്കോട്ടാ എന്ന് പറഞ്ഞു. കാരണം ആകെപ്പാടെ എൻ്റെ സ്റ്റോക്ക് ഈ 4 വാചക ഇതാണ് ചേട്ടനെ പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പം ഇത് പറഞ്ഞിട്ട് നിർത്തിക്കോളോ, ഇങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടാ എന്ന് പറഞ്ഞിട്ടേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ട് ബാക്കി സരിത പറയുന്നു. എനിക്ക് ആ സ്റ്റേജിൽ വെച്ചിട്ട് എന്തൊട്ടി മനുഷ്യന്റെ കഴുത്ത് പിടിച്ച് ഞെക്കിയാലോ എന്ന് തോന്നി എനിക്ക് ആ സമയത്ത്. ഞാൻ പിന്നെയും പറഞ്ഞത് അങ്ങനെ പറയായിരിക്കും, അത് സ്ഥിരം എൻ്റെ ഒരു വാചകമാണ്, അതിന് പ്രതീക്ഷിക്കണ നീ അത് പറഞ്ഞതല്ലേ ഞാൻ ചേട്ടനോട് പ്രതീക്ഷിക്കണത് എപ്പോഴും. അതേസമയം SBMന്റെ അവിടേക്ക് പോയി ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് അറിയാം അലർജീനെയൊക്കെ കുറിച്ചിട്ടാ. ഇത് ഈ അമ്പലത്തിലേക്ക് തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത്. ഈ അമ്പലത്തിനെ കുറിച്ച് ഒന്നും നമുക്കറിയില്ല. ഇങ്ങനൊരു അമ്പലം തൊട്ടടുത്ത് ഇങ്ങനെ ഉണ്ട്, ഈ 3 ക്ഷേത്രങ്ങളായിട്ടുള്ളൊരു ക്ഷേത്ര സമുച്ചയം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. അന്ന് ചെന്നിട്ടും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ 3-ാം വട്ടം പോയപ്പോഴാണ് അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളും പിന്നെ അതൊക്കെ നടന്ന് കാണുന്നതൊക്കെ ഞങ്ങൾ തന്നെ. അപ്പം നമുക്കൊന്നും പറയാനറിയില്ല. അപ്പം എന്തുണ്ടെന്ന് അവിടെ നിന്നിട്ട് പറയാ, സ്റ്റേജിൽ ഇങ്ങനെ മൈക്കിൻ്റെ മുന്നിൽ നിന്നിട്ട്. അപ്പോൾ നമ്മളെങ്ങനെ ഇവിടേക്ക് വിളിച്ചതിന് നമുക്ക് വളരെ നന്ദിയുണ്ട്, അപ്പോൾ എല്ലാവർക്കും ഇതുണ്ടാവട്ടെ, അങ്ങനെ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 3-4 വാചകമാണ് ആകെപ്പാടെ കോമൺ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റണതേ. എന്നിട്ടുണ്ട് ബാക്കി ഇനി സരിത പറയുന്നു. ആ ലക്ഷണം കിട്ട വാക്ക് പറയാണ്ടിരിക്കൂ. ജഗതി പറയണ പോലെ ഞാൻ എന്നിട്ട് പറയില്ലേ, ഞാൻ മിസ്യൂസ് ചെയ്തു അത്ര. അടുത്ത അവര് പോട്ടെ. സാലി ജോൺ. പാവ ചേട്ടൻ. ബാക്കി സരിത പറയും, ചിരിച്ചു മടുത്തു. സരിത പറഞ്ഞാലും സമാധാനമാകൂ. ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ് കേട്ടോ. ലവ് യു ഓൾ. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഹെൽവിൻ. അജു ചേട്ടൻ, സരിതേച്ചി, ജഗ്ഗു നമസ്കാരം. കണ്ട അജു ചേട്ടൻ്റെ ബാക്ക് ബോൺ ആണ് സരിതേച്ചി. മൈക്ക് കിട്ടിയപ്പോൾ പകച്ചു പോയ ചേട്ടൻ. പ്രകൃതി രമണീയമായ അന്തരീക്ഷം അങ്ങനെയും പറയാം സരിതേച്ചി.
അവസാനം ജഗ്ഗുവിൻ്റെ നീന്തൽ കുളത്തിലെ ഒരു നീരാട്ടും. നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. അടുത്തത് സന്തോഷ് വള്ളൂർ. പ്രശസ്ത കവിയും ഗാനരചയിതാവ് നടൻ ആയിരുന്ന മുല്ലനേഴി മാഷിന്റെ ഭവനം ഇവിടെയാണ്. ഗൃഹാതുരത്വം തുളുമ്പുന്ന ഗാനങ്ങൾ മാഷുണ്ടാക്കിയത് ഈ അമ്പലവും അതിന്റെ പരിസരവും ഒരു കാരണമാണ്. കറുകറുത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്ത് കറുകറുത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു മെയ്യാണ് കാടിന്റെയോ മനങ്ങളാണ് ഞാവൽപ്പഴത്തിന്റെ ചേലാണ് ഉള്ളിന്റെ ഉള്ളു വെളുപ്പാണ്. അയ്യോ അങ്ങനെ എന്തോ ആണ്. മുല്ലനേരിയിലെ സ്ഥലമാണ് ആ സ്ഥലം കേട്ടാ. ഇതെന്തിട്ടൂടാ ഇതുമ്മ. അയ്യോ അല്ലും ചേട്ടന് കൂട്ടാടുത്ത് കൊടുത്തതാ കണ്ണാട നമുക്ക് കൂട്ടാൻ്റെ. പിന്നെ അടുത്തത് റിതം ഓഫ് നേച്ചർ. നിങ്ങൾ ഈ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയും അതിൽ നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കോ കിട്ടിയ അംഗീകാരമായി തോന്നുന്നു. അതിൽ അഭിമാനവും തോന്നുന്നു. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. ദിവസവും വീഡിയോസിലൂടെ നിങ്ങളെ കാണുകയും കമൻറ്റിലൂടെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്ത് നിങ്ങളോടൊരു ആത്മബന്ധമായി. ഒരേ മനസ്സുള്ളത് കൊണ്ടായിരിക്കാം. ഒരു ദിവസം കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിൽ ആ ദിവസം പൂർണ്ണമാകാത്ത പോലെയായി എന്ന് സ്നേഹപൂർവ്വം മിഥുൻ. അപ്പൊ റിതം ഓഫ് നേച്ചറിന്റെ പേര് മിഥുൻ എന്നാണല്ലേ. അപ്പൊ സന്തോഷം മിഥുൻ. ഇഷ. സരിത സിറ്റ്സ് വിത്ത് ഓൾ ലോട്ട്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് വൈൽ അജു സ്മൈലിംഗ് ഫേസ് ഗിവ്സ് പോസിറ്റീവ് വൈബ്സ് ആൻഡ് ചാം. അയ്യോ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കണമെന്നല്ല, എനിക്ക് പനിയുടെ സമയത്താണ് ഈ പരിപാടി. അപ്പോൾ ഞാൻ കുളിക്കാണ്ട് മൂടിപ്പോച്ച് കിടക്കുക. പക്ഷെ വൈകുന്നേരം ഈ പരിപാടിക്ക് പോയേ പറ്റൂ. എത്രയോ നാൾ മുന്നേ പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ഫ്ലക്സൊക്കെ അടിച്ച് വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാൻ നേരത്തെ ഞാൻ ചൂടുവെള്ളം വെച്ച് തലയും മേലൊക്കെ കുളിച്ചു. അമ്പലത്തിലേക്കല്ലേ, കുളിക്കാണ്ട് പറ്റില്ലല്ലോ. കുളിച്ചിട്ട് ആണ് ആ സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് പോയി. എന്നിട്ട് ആ സ്റ്റേജിൽ ഇരിക്കണ എൻ്റെ തൊട്ട് പിന്നില് കൂളർ എനിക്കന്ന് തീരെ വയ്യാണ്ടായി. അപ്പൊ എനിക്ക് ആ തണുത്ത് വെറുങ്ങലിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കണം. അപ്പൊ എനിക്ക് ചിരിച്ച് അങ്ങനെ അതിൽ ആസ്വദിച്ചിരിക്കാൻ എനിക്ക് പറ്റണില്ല. എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ വീണ്ടും വന്ന് പനിയും കൂടി എൻ്റെ ചുമയും ഒക്കെ കൂടി. അങ്ങനെ അതാട്ടോ, അല്ലാണ്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട വിചാരി പോസിലിരിക്കണതല്ല. എല്ലാത്തിന്റെ പിന്നിലും ഓരോ കാരണങ്ങളുണ്ട് ഉണ്ടാവുക തന്നെ. ഗീതാ സുകുമാരൻ. നിങ്ങൾ 3 പേരും വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കാണാൻ വന്നേനെ. ഉല്ലാസ് ഷിബിർ. ഇനി 2 വാക്ക് പറയുന്നതിന് വേണ്ടി അജുവിനെ ക്ഷണിക്കുന്നു. ഇത് കേട്ടോ അജുവേട്ടൻ ഒന്ന് കിടുങ്ങി. ഈശ്വര, ഞാൻ എങ്ങനെ സംസാരിക്കും? കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇതിപ്പം ഇവിടെ പ്രാഞ്ചിയേട്ടനെ പോലെ ആക്കോ പ്രസംഗം. ഞാനും മനമുരുകി പ്രാർത്ഥിച്ചു. ഒരക്ഷരം പോലും വായിൽ നിന്ന് വരാതെ എൻ്റെ അജുവേട്ടനെ കഷ്ടപ്പെടുത്തല്ലേ ഈശ്വര. വരാനിരിക്കുന്ന അപകടം മുന്നിൽ കണ്ട് സരിതേച്ചി അരികിലായി വന്നു നിന്നു. ഹാവു, ആശ്വാസം കൊണ്ട് ഒരു നിശ്വാസം വിട്ടു അജുവേട്ടൻ മനസ്സിൽ. വലിയ പരിക്കുകളില്ലാതെ അജുവേട്ടൻ പ്രസംഗം ചെയ്ത് വർത്താനം നിർത്തി. എല്ലാവർക്കും നമസ്കാരട്ടാ. ഇല്ലെങ്കിൽ കാണായിരുന്നു. പൊങ്കാല കൂപ്പൺ സ്വീകരിക്കാൻ പോയ ആൾക്ക് കമൻറ്റ് ബോക്സിലൂടെ കിട്ടിയാണ് നല്ലൊരു പൊങ്കാല, കായും പൂവും വെച്ച്. അടുത്ത് PVM റൂംസ്. അജുവിന് നമസ്കാരം പറയാൻ സരിത പറഞ്ഞു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അജു വേറെ എന്തെങ്കിലും പറഞ്ഞ് സദസ്സിലുള്ളവർ പൊട്ടിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. സരിത അതില്ലാതാക്കി. അപ്പോൾ ആളുകൾക്ക് ചിരിക്കാനുള്ള ഒരു അവസരം സരിത ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ കമൻറ്റ് വായന ഭയങ്കര വലുതായി തോന്നുന്നുണ്ട്. ഇനി ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ കല്യാണത്തിന് പോകണം. പിന്നെ ഹൈലൈറ്റ് മാളിലേക്കും പോകണം. അപ്പോൾ നമുക്ക് നിർത്താം. എന്തായാലും വളരെ വളരെ സന്തോഷം. എല്ലാവരും കമൻറ്റുകൾ ഇഷ്ടം പോലെ ഇടാം കേട്ടോ. അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം.